ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലന്റ് ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. കേട്ടറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി എന്ന് വെച്ചാൽ കേട്ടറ്റിന് കാറ്റഗറി 1 ഉണ്ട്, കാറ്റഗറി 2, കാറ്റഗറി 3 അല്ലെ എങ്ങനെയാണ് എക്സാം നടക്കുന്നതെന്ന് അറിയാം. ഇപ്പൊ ഇനി ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് കാറ്റഗറി എക്സാം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ശേഷം എല്ലാ ആൾക്കാരും തന്നെ ഈ ഒരു എക്സാം എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ അല്ലെ. അപ്പൊ എന്തായാലും സിലബസ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. കേട്ടിട്ട് കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും ഒക്കെ സിലബസിൽ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിലബസ് വെച്ച് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നമുക്ക് വേഗത്തിൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ. അപ്പൊ എന്തായാലും സിലബസ് അനുസരിച്ച് ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൽ കൂടെ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. അല്ലാതെ നമ്മൾ എന്ത് പഠിക്കണം എന്നറിയാതെ കുറേ സമയം ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കാര്യമില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ഒക്കെ തിരിച്ചറിയുക, നല്ല രീതിയിൽ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം, പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് എവിടെ പ്രാധാന്യം കൊടുക്കണം, ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ എന്തായാലും തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് കണ്ടന്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു എക്സാമിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പൊ കേട്ടിട്ട് എക്സാമിന്റെ കാറ്റഗറി 1 ആണെങ്കിലും കാറ്റഗറി 2 ആണെങ്കിലും ഓക്കെ, കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് ഇംഗ്ലീഷിലൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അത് വേറെ തന്നെ ഒരു പാറ്റേണിലാണ് ഉണ്ടാവുക. അപ്പൊ കേട്ടിട്ട് കാറ്റഗറി 1ഉം 2ഉം എക്സാം നോക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ സിമിലർ ആയിട്ട് വരുന്നുണ്ട്, കുറച്ച് വ്യത്യാസത്തിലുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ സിലബസ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ബയോളജി ഭാഗത്ത് നിന്നൊക്കെ അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്യാൻ ഈ പ്ലാന്റ്സിന് സസ്യങ്ങളെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ എപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഭാഗമാണ്. അപ്പൊ അതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കും കൂടെ വെച്ചുകൊണ്ട് സിലബസ് അനുസരിച്ച് തന്നെ നമുക്ക് പഠിച്ചെടുക്കണം. അപ്പൊ നോക്കി, ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ 2 ഹെഡിങ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ് കൂടിയാണ്. ഒന്ന് നോക്കാം. എന്താ ഹെഡിങ് കൊടുത്തത്? ഏകലിംഗ സസ്യങ്ങൾ, ദ്വിലിംഗ സസ്യങ്ങൾ, ഇങ്ങനെയാണ് കൊടുത്തത്. എപ്പോഴും കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ള 2 വേർഡ്സ് ആണ്. സിമ്പിൾ സാധനമാണ്, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ ഈസിയാണ്. ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എന്താണ് അർത്ഥം? ഏകലിംഗ സസ്യം എന്ന് പറയുമ്പോൾ ഒരു ലിംഗം അല്ലെ, അങ്ങനെയല്ലേ കാണപ്പെടുന്നത്. അപ്പൊ നോക്കി, ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയും. മലയാളം വാക്ക് വെച്ച് പറയുമ്പോൾ ഓക്കെയാണ്, സെറ്റാണ്. കാരണം ഏകലിംഗം എന്ന് പറയുമ്പോൾ ആൺപൂക്കൾ പെൺപൂക്കൾ എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിൽ ഭാഗങ്ങൾ വെവ്വേറെ സസ്യങ്ങളിലാണ് കാണപ്പെടുന്നതെങ്കിൽ അങ്ങനെയുള്ള സസ്യങ്ങൾ നമ്മൾ ഏകലിംഗ സസ്യങ്ങൾ എന്നാ പറയാം. അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഏകലിംഗ സസ്യം എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷിലേക്ക് വരുമ്പം ഡൈഷ്യസ് പ്ലാന്റ് എന്നാണ് പറയാ. ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ്, ചിലപ്പോൾ ഡൈ എന്ന് പറയുന്ന വാക്കിന് നമ്മൾ 2 എന്ന് പറയുന്ന അർത്ഥം കണക്കാക്കിയിട്ടുണ്ട് അല്ലെ. മോണോ എന്ന് പറയുമ്പോൾ ഒന്നും. വെവ്വേറെ സസ്യങ്ങളാണെങ്കിലും ഇംഗ്ലീഷ് പറയുമ്പോൾ ഡൈഷ്യസ് പ്ലാന്റ്സ് എന്നാണ് പറയാ കേട്ടോ. അതൊരു മിസ്റ്റേക്ക് അല്ല, അങ്ങനെ തന്നെയാണ്. ഡൈഷ്യസ് പ്ലാന്റ് എന്നാണ് പറയാ. മെയില് ഫ്ലവേഴ്സ് വേറൊരു ചെടിയിലായിരിക്കും, ഫീമെയിൽ വേറൊന്നിലായിരിക്കും. ഏകലിംഗ സസ്യങ്ങൾ ഓക്കെ, അല്ലെങ്കിൽ ഡൈഷ്യസ് പ്ലാന്റ് എന്നാണ് പറയാം. എപ്പോഴും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള വാക്കാണ് കേട്ടോ. അപ്പൊ ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണം അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഈന്തപ്പന. അങ്ങനെയാണ്, മെയിലും ഒന്നിലും ഫീമെയിൽ വേറെയിലാണ് ഉണ്ടാവുക. അതുപോലെ കുടംപുളി ഇല്ലേ, നമ്മൾ മലബാർ ടാമറിൻഡ് എന്നൊക്കെ പറയുമ്പോൾ കുടംപുളി അല്ലെ. പിന്നെ ജാതി ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നമ്മളിപ്പം ജാതി അല്ലെ ചെടി നടുന്ന സമയത്ത് 2 മരം വേണം. അപ്പൊ ഒരു പറമ്പ് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് അത് വേണം എന്ന് പറയില്ലേ. ആണും പെണ്ണും വേറെ വേറെ, ആൺ പെൺ വേറെ ജാതി അങ്ങനെ പറയാം അല്ലെ. അപ്പൊ നോക്കിയ പപ്പായ എന്നിവ ഈ ഒരു ടൈപ്പാണ്. ആൺ പെൺ വേറെ വേറെ സസ്യത്തിന്റെ മോളാണ് കാണുക. അപ്പൊ അങ്ങനെയുള്ള സസ്യങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഡൈഷ്യസ് പ്ലാന്റ് അല്ലെങ്കിൽ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അടുത്ത സംഭവം എന്താ? ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണാണ്. ഒരേ സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണാണ്. അപ്പൊ ആണും പെണ്ണും പൂവും വേറെ വേറെ ആണെങ്കിൽ പോലും രണ്ടും ഒരേ സസ്യത്തിൽ കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ദ്വിലിംഗ സസ്യങ്ങൾ. 2 ലിംഗങ്ങളും ഒരു സസ്യത്തിലുണ്ട്. അപ്പൊ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയാം? 2ഉം 1 എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. 2ഉം 1 കാണപ്പെടുന്നു എന്നുള്ളതിലാണ് മൊണീഷ്യസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും കൺഫ്യൂഷൻ ആണ്, മാറിപ്പോവരുത്. വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ടീം മൊത്തം അല്ലെ. പിന്നെ എന്താ? തെങ്ങ് തുടങ്ങിയവ എന്തിന് എക്സാമ്പിൾ ആണ്? മൊണീഷ്യസ് പ്ലാന്റിന്റെ എക്സാമ്പിൾ ആണ്. ദ്വിലിംഗ സസ്യങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ വെള്ളരിന്റെ ഒക്കെ കേസാണ്. വെള്ളരി ഇങ്ങനെ വള്ളിയായിട്ട് പടരുന്ന സമയത്ത് ഒരുപാട് പൂക്കൾ ഉണ്ട് അല്ലെ. ഇങ്ങനെ മഞ്ഞ കളറിൽ കുറെ പൂക്കൾ ഉണ്ട് അല്ലെ. കുറെ മഞ്ഞ കളറുള്ള പൂക്കൾ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര സന്തോഷമാണ്, കുറെ വെള്ളരിയൊക്കെ ഉണ്ടാവും വിചാരിക്കും. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുറെ പൂക്കൾ കൊഴിഞ്ഞു പോവാണ്. കാരണം എന്താ? ആൺപൂക്കളുടെ ധർമ്മം എന്ന് പറയുന്നത് പരാഗരേണുക്കളെ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ആൺപൂക്കളെ ധർമ്മം കഴിഞ്ഞ് അവർ കൊഴിഞ്ഞു പോകും അല്ലെ. പെൺപൂക്കളാണ് എന്ത് ചെയ്യുക? പെൺപൂക്കളെ താഴെയുള്ള ഈ അണ്ടാശയം പോലത്തെ ഭാഗമാണ് പിന്നെ കായായിട്ട് ഫ്രൂട്ടായിട്ട് മാറുന്നത്.
പിന്നെ അത് വലുതായി വരുമ്പം പകുതി വലുപ്പം വെക്കുമ്പോൾ വീണ് പോയാൽ ചിലപ്പോൾ നമുക്ക് വിഷമാവും. അതൊക്കെ അല്ലാതെ ആൺപൂക്കൾ കൊഴിഞ്ഞു പോകുന്ന കണ്ടിട്ട് നമുക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല. ആൺപൂക്കളെ ധർമ്മം എന്ന് പറഞ്ഞാൽ പരാഗരേണുക്കളെ കൊടുക്കുക. അപ്പൊ പരാഗണത്തിന് ശേഷം പിന്നെ ആൺപൂക്കൾക്ക് റോളില്ല അല്ലെ. ഫീമെയിൽ ഫ്ലവർ പെൺപൂക്കളാണ് അതിന്റെ ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്തൊക്കെ വരിക. അതിന്റെ അണ്ടാശയാണ് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? അപ്പൊ ആൺപൂക്കളും പെൺപൂക്കളും കൂടെ ഒരേ ചെടിയിൽ തന്നെ കാണപ്പെടുന്നു. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിരിക്കും. ഇതിൽ ഇത് മെയിൽ പൂക്കളാണെന്ന് വിചാരിക്കുക, ഇത് ആൺപൂക്കളാണ്, ഇത് പെൺപൂക്കളാണെന്ന് വിചാരിക്കുക, അതേപോലെ ഇത് ആൺപൂക്കളാണെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ട് ടൈപ്പായിട്ട് തന്നെ കാണാം, സെക്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം, പക്ഷെ രണ്ടും ഒരേ ചെടിയിൽ ഒരേ സസ്യത്തിൽ. അപ്പൊ ആ സസ്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് മൊണീഷ്യസ് പ്ലാന്റ്, അല്ലെങ്കിൽ ഏതാ പറയാ, മൊണീഷ്യസ് പ്ലാന്റ് അല്ലെങ്കിൽ ദ്വിലിംഗ സസ്യങ്ങൾ, രണ്ടും കൂടെ ഒരു സസ്യത്തിൽ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഡയേഷ്യസ് പ്ലാന്റ് അല്ലെങ്കിൽ ഏകലിംഗ സസ്യങ്ങൾ എന്നാണ് പറയാ. എക്സാമ്പിൾ വെച്ച് തന്നെ പഠിച്ചു വെച്ചേക്കാം, ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന സംഭവമാണ് കേട്ടോ. ഓക്കെ, അതേപോലെ അങ്ങനെയാണ് ഈ പൂക്കള് ഒരേ ചെടിയിലും വ്യത്യസ്ത ചെടിയിലും ഒക്കെ ആണെങ്കിൽ അവിടെ പരാഗണമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. പരാഗണം എന്ന് പറയുന്ന ഒരു വാക്ക് എപ്പോഴും ചോദിക്കുന്ന സംഭവമാണ് അല്ലെ. ഇങ്ങനെയുള്ള എക്സാമ്പിൾ, പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരാഗണം എന്ന് പറയാം. ആകപ്പാടെ ഒരു പരപരപ്പാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ എന്താ സംഭവം എന്നറിയില്ലേ? പരാഗരേണുക്കളൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ സംഭവത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ ആൺ ലൈംഗിക ഭാഗത്തിന് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയാറുണ്ട്. ആൻഡ്രീഷ്യത്തിന്റെ ഒരു ഭാഗത്തിനെ നമ്മൾ ഇങ്ങനെ കേസരം എന്നൊക്കെ പറയില്ലേ, ഇതിനെന്താ പറയുക, കേസരം, സ്റ്റേമൻ എന്നൊക്കെ പറയില്ലേ, സ്റ്റേമൻ. അപ്പൊ ഇത് ആൺ ലൈംഗിക ഭാഗമാണ്. ഇതിനകത്താണ് ആരുണ്ടാവുക? പരാഗരേണുക്കൾ ഉണ്ടാവുക അല്ലെ. ഇത് ഫീമെയിൽ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗൈനീഷ്യം എന്ന് പറയും. ഫീമെയിൽ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൈനീഷ്യം എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ഫീമെയിൽ ഭാഗത്തിന്റെ ഈ മുകൾ ഭാഗത്ത് പോയിട്ട് വീഴണം. അപ്പൊ ഇവിടെയുള്ള പരാഗരേണുക്കൾ എന്ത് ചെയ്യാണ്? ഈ ഭാഗത്ത് വന്ന് വീഴണം അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരാഗണം. അപ്പൊ ഈ സ്പോട്ടിന് പറയുന്ന പേരാണെന്ത്? ഇതിനെയാണ് നമ്മൾ പരാഗണ സ്ഥലം എന്ന് പറയല്ലേ. പരാഗണ സ്ഥലം എന്നാണ് പറയാ. ഇതെന്താ? ജനിതണ്ട്. ഇതാണ് ജനിതണ്ട് എന്ന് പറയുന്ന ഭാഗം. ഇതാണ് അണ്ടാശയം എന്ന് പറയുന്ന ഭാഗം അല്ലെ, അണ്ടാശയം. അപ്പൊ ഈ ഭാഗങ്ങൾ മൊത്തം സ്ത്രീ ലൈംഗിക ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇതെന്തിനാണ്? പുരുഷ ലൈംഗിക ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഈ കേസരത്തിന്റെ ഈ ഭാഗത്തിനെയാണ് നമ്മൾ പരാഗി എന്ന് പറയാ അല്ലെ. ഇതിനെയാണ് ഈ പൂമ്പൊടിക്കാണെന്ന് പറയാ പരാഗരേണു. പരാഗരേണു എന്ന് പറയുന്നത് ഈ ഭാഗത്തിനല്ലേ. പരാഗരേണു എന്ന് പറയുന്നത് നമ്മൾ ഈ ഭാഗത്തിനല്ലേ. റെഡി അല്ലേ? യെസ്. അപ്പൊ ഈ പരാഗിയിലുള്ള പരാഗരേണുക്കൾ അല്ലെ, പരാഗിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? പരാഗണ സ്ഥലത്ത് വന്നു വീഴുന്നതിനെയാണ് നമ്മൾ പരാഗണം എന്ന് പറയുന്നത്, പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ തന്നെ വന്ന് വീഴും, ഇതിങ്ങനെ നടന്നു വരൂലല്ലോ അല്ലെ. അപ്പൊ ഇത് ജീവനില്ലാത്ത പരാഗരേണുക്കൾ എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഒരു ഏജന്റിന്റെ സഹായത്തോടു കൂടിയാണ് വരിക. ഒന്നുകിൽ കാറ്റില്, അല്ലെങ്കിൽ വെള്ളത്തില്, അല്ലെങ്കിൽ ഷഡ്പദങ്ങളോ മറ്റുള്ള ജീവികളൊക്കെ സഹായത്തോടു കൂടിയാണ് വരിക. അപ്പൊ പരാഗണത്തിന് സഹായിക്കുന്നത് ആരാണോ അവരെ നമ്മൾ പരാഗണകാരികൾ എന്നാണ് പറയുക. പോളിനേറ്റിംഗ് ഏജന്റ് അല്ലെങ്കിൽ പരാഗണകാരികൾ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അധികവും നമുക്കറിയാം അല്ലെ. ബട്ടർഫ്ലൈ, അതേപോലെ നമ്മളെ തേനീച്ച അല്ലെ. അപ്പൊ ചില കുഞ്ഞു പക്ഷികളാണെങ്കിലും അല്ലെ, തേനീച്ച ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള പരാഗണം. അല്ലെങ്കിൽ കാറ്റോ വെള്ളോ എങ്ങനെ ആര് വേണമെങ്കിലും സഹായിക്കും. ജീവനുള്ള പരാഗണകാരികൾ ഉണ്ടാവാം, ജീവൻ ഇല്ലാത്തവർക്കാണെങ്കിലും സഹായിക്കാം. റെഡി, ക്ലിയർ? ഇവിടെ ചിത്രമൊക്കെ കൊടുത്ത് കാണാട്ടോ. നമ്മളൊരു പൂവില് ഫീമെയിൽ ഭാഗം അല്ലെ, പെൺ ഭാഗമാണ് ഇവിടെ കൊടുത്തത്. ഈ പരാഗണ സ്ഥലത്താണ് വന്നു വീഴുന്നത്. ഇവിടെ ആൺ ഭാഗങ്ങൾ കുറെ എണ്ണം ഉണ്ടല്ലോ. ഇതൊക്കെ എന്താ? കുറെ കേസരങ്ങളാണ്. ഇതിന്റെ എവിടെയാണ് പരാഗി അല്ലെ. പരാഗിയിൽ നിന്നുമാണ് പരാഗരേണുക്കൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഭാഗത്തേക്ക് വന്നു വീഴേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. യെസ്, റെഡി അല്ലേ? അതേപോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പരാഗണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ പരാഗണകാരികൾ ജീവനുള്ളവരാണെങ്കിൽ, ഇപ്പം ബട്ടർഫ്ലൈ ആണെങ്കിലും, ഇപ്പം ബേർഡ്സ് പക്ഷികളാണെങ്കിലും, തേനീച്ചയാണെങ്കിലും ഒക്കെ അവരെ ആ പൂവിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ അല്ലെ, അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ ആ പൂവിന് നല്ല കളർ ഉണ്ടായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ നല്ല ഗന്ധം ഉണ്ടായിരിക്കും, അതിനകത്ത് തേൻ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവര് ആകർഷിക്കപ്പെട്ടിട്ട് വരുള്ളൂ അല്ലെ. റെഡി അല്ലേ? അപ്പൊ ചില പൂക്കൾക്ക് നല്ല മണമായിരിക്കും ഉണ്ടാവുക, ചിലതിന് ദുർഗന്ധമായിരിക്കും ഉണ്ടാവുക. ഈ ദുർഗന്ധമൊക്കെ ഉണ്ടാകുന്ന ചെടിക്ക് ഒരു എക്സാമ്പിൾ ആണ് ശരിക്കും എന്ത്? നമ്മളെ ചേനപ്പൂവ് അല്ലെ. ചേനപ്പൂവിന്റെ ഒക്കെ ഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധമാണെങ്കിൽ, ദുർഗന്ധമുള്ള സ്ഥലത്ത് അധികം ആരാ? ഈച്ചേനല്ലേ കാണും. നമ്മൾ അധികം വേസ്റ്റ് സാധനങ്ങളൊക്കെയാണ്, ഈച്ചയാണ് വരിക. അപ്പം ദുർഗന്ധമുള്ള പൂക്കളാണെങ്കിലും ചേനപ്പൂവിന്റെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പറയാം, ദുർഗന്ധമാണ്. അപ്പൊ നമുക്കത് ദുർഗന്ധമാണ് എന്ന് പറഞ്ഞാൽ ചേനയിലും ചേമ്പിലും ഒക്കെ പരാഗണം നടത്തുന്നത് ആര്? ഈച്ചകളാണ്. ഇത് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഗന്ധം മോശമാണെങ്കിൽ അവിടേക്ക് ആര് അട്രാക്ട് ചെയ്ത് വരും? ഈച്ച. അപ്പൊ ഈച്ച പരാഗണം നടത്താൻ സഹായിക്കുന്നു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതേപോലെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്ന സംഭവമാണ് പരാഗണമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് ചെടി ടെക്സ്റ്റ് കൊടുത്തതുകൊണ്ട് ചോദിക്കും. നെല്ലിന്റെ പൂവ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നെല്ലിന്റെ കതിരുണ്ടാവുന്നത് അത്ര വലിയ കളർഫുൾ അട്രാക്റ്റീവ് ആയ ഫ്ലവർ ഒന്നും അല്ല, കുഞ്ഞു ഫ്ലവേഴ്സ് ആണ്, പ്രത്യേകിച്ച് കളറും ഒന്നും ഇല്ല അല്ലെ. അപ്പൊ അവിടെ ഒരു ജീവിനെ അതിന്റെ നിറം കാണിച്ചോ അല്ലെങ്കിൽ അതിനകത്ത് തേനോ ഈ കതിരിന് മണോ ഒന്നുമില്ല. അപ്പോ
ഇവര് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും ഇല്ല. ആർക്കാണ്? ഈ നെല്ലിന്റെ പൂവ്, ഗോതമ്പ്, കരിമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂവിന് കാണാൻ പ്രത്യേകിച്ച് ഭംഗിയില്ല, കളറല്ല, അല്ലെ, തേനില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. കാരണം ഇവർക്ക് അട്രാക്ട് ചെയ്യേണ്ട കാര്യം ഇല്ല, ആകർഷിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ആരാ? നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. കാറ്റിനെ ആകർഷിക്കേണ്ട കാര്യമില്ലല്ലോ, കാറ്റ് ജീവനില്ലാത്ത ആളല്ലേ, അപ്പൊ വശീകരിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചോദിക്കുന്നതാണ്. അതേപോലെ കുരുമുളകിന്റെ കേസിൽ നമ്മൾ അറിയാം, കുരുമുളകിന്റെ ആ പൂവ് അല്ലെ, കുരുമുളകിന്റെ തിരി ഇടുക എന്നൊക്കെ പറയില്ലേ നമ്മളിതാ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അധികവും ഈ മഴ ലഭിക്കണം, മഴ കിട്ടണം. മഴ കിട്ടുമ്പം ആ മഴ വെള്ളത്തിൽ കൂടെയാണ്, വെള്ളം അല്ലെങ്കിൽ മഞ്ഞുതുള്ളി ഉണ്ടായിരിക്കണം, അതിൽ കൂടെയാണ് ഈ പരാഗണം നടക്കുന്നത്. ആൺ ഭാഗത്തുള്ള പരാഗരേണുക്കൾ പെൺപൂക്കളിലേക്ക് എത്തുന്നത് വെള്ളത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, അപ്പൊ കുരുമുളകും ചോദിക്കുന്നതാണേ. കുരുമുളക് ചെടിയിൽ ജലമാണ് അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയാണ് എന്ത് ചെയ്യും? പരാഗണകാരി എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നെല്ലും കരിമ്പും ചോളം അല്ലെ, ഈ ഗോതമ്പ് ഇങ്ങനെയുള്ളൊക്കെ ഒരു ടീമല്ലേ, അപ്പൊ അവരിലൊക്കെ കാറ്റാണ്. കുരുമുളകിന്റെ കേസിൽ ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയാണ് പരാഗണം നടക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റെഡി, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ, കുരുമുളകിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഞങ്ങളിൽ പരാഗണം നടക്കാൻ ജലം ആവശ്യമാണ് അല്ലെ, ഞങ്ങളിൽ കാറ്റ് വഴിയാണ് പരാഗണം നടക്കുന്നത്. ആര് പറയാ? നെല്ലൊക്കെ പറയാണ്. അപ്പൊ ഭാരം കുറഞ്ഞ ധാരാളം പരാഗരേണുക്കൾ ഉള്ളത് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. കാരണം ഇവരെ പരാഗരേണുക്കൾക്ക് വളരെ ഭാരം കുറവാണ്. അപ്പൊ കാറ്റിൽ നന്നായിട്ട് അത്രയും ദൂരത്ത് പറന്നു പോകാനൊക്കെ പറ്റുന്ന കഴിവ് ഇവർക്കുണ്ട്. അപ്പൊ കാറ്റ് ആണ് പരാഗണമെങ്കിൽ കാറ്റിൽ പരാഗണം നടക്കാനുള്ള എല്ലാ അനുകൂലനങ്ങളും ആ സസ്യങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, ഇനി മറ്റു ജന്തുക്കളും ഒക്കെയാണ് നടത്തുന്നതെങ്കിൽ അവരെ ആകർഷിക്കാനുള്ള നിറം, മണം, തേന് അല്ലെ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മറ്റുള്ള സസ്യങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഓരോ ജീവികൾക്കും അതിനനുസരിച്ചുള്ള അനുകൂലനം കിട്ടിയിട്ടുണ്ടാവും. യെസ്, റെഡി. ഇനി അടുത്ത നോക്കി, ഇവിടെ എന്താ കൊടുത്തത്? വാനിലേന്റെ കേസും ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. വാനില നമുക്കറിയില്ലേ, വാനില കർഷകർ കൃഷിയായിട്ട് തന്നെ നടത്താറുണ്ട് അല്ലെ. പക്ഷെ വാനിലേന്റെ ഒരു കുഴപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വാനില കൊണ്ടുവന്ന് വീട്ടിലൊക്കെ നട്ട് കഴിഞ്ഞാൽ അത് വളരെ സാവധാനം ഇങ്ങനെ വളരുക ചെയ്യുക. അപ്പോ അങ്ങനെ സാവധാനം വളർന്ന് പൂക്കൾ ഉണ്ടായാലും കായ ഉണ്ടാവില്ല വെറുതെ വെച്ച് കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് പൂക്കൾ ഉണ്ടെങ്കിലും കായ ഉണ്ടാകാത്ത? എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് പരാഗണം നടത്തി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള അതിൽ നോക്കിയേ, ഒരു മെലിപ്പോണ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലുള്ള ഒരു തേനീച്ചയാണ് ശരിക്കും ഇവിടെ പരാഗണം നടത്തേണ്ടത്. അത് നമുക്ക് ഇവിടെ ഇല്ല, നമ്മളെ നാട്ടിലില്ല. അതുകൊണ്ട് കർഷകർ ഇത് വളർത്തുകയാണ് എന്ത് ചെയ്യുന്നത്? കൃത്രിമ പരാഗണം, പൂവിനെ പിടിച്ച് ഇങ്ങനെ പരാഗണം നടത്തി കൊടുക്കണം, എന്നാൽ മാത്രം അതിൽ കായ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് കൃത്രിമ പരാഗണം നടത്തിയിട്ടാണ് വാനിലയിലൊക്കെ കായ ഉണ്ടാവുന്നത്, ഫ്രൂട്ട് ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനം, വാനില ഒരു സുഗന്ധ വ്യഞ്ജനമാണ് അല്ലെ. വാനില ഫ്ലേവർ ഉള്ള ഐസ്ക്രീമും സംഭവങ്ങളൊക്കെ കഴിക്കാല്ലേ, കേക്ക്, ഐസ്ക്രീം ഒക്കെ കഴിക്കാറ്, അതൊരു ഫ്ലേവർ കൂടിയാണ് അല്ലെ. അപ്പൊ വാനില എന്ന് പറഞ്ഞാൽ ഈ സസ്യത്തിന്റെ ജന്മദേശം എവിടെയാണ്? ശരിക്കും തെക്കേ അമേരിക്കയിലാണ്. ഓക്കെ, അപ്പൊ വാനിലയിൽ പരാഗണം നടത്തുന്നത് ആരാ? തെക്കേ അമേരിക്കയിലുള്ള ഒരിനം തേനീച്ചയാണ്. നമ്മൾ പറയും മെലിപ്പോണ എന്ന് പറയുന്ന ഇനത്തിലുള്ള തേനീച്ച എന്നാണ് പറയട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ എന്ത് ചെയ്യണം? പൂക്കളിൽ കൃത്രിമ പരാഗണം നടത്തിയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ നട്ട് പൂക്കൾ ഉണ്ടായാലും കായ ഉണ്ടാവില്ല. കൃത്രിമ പരാഗണം നടത്തി കൊടുക്കണം, കാരണം ആ നടത്തേണ്ട തേനീച്ച ഇവിടെ ഇല്ല. ഓക്കെ, യെസ്. അപ്പൊ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇതിങ്ങനെ എടുത്തു കൊടുത്തത് കാണാം, മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ് എന്ന് പഴയ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. പുതിയതിൽ ജസ്റ്റ് തേനീച്ച എന്ന് പറഞ്ഞു കേട്ടോ. റെഡി അല്ലേ? അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ പരാഗണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, ശരിക്കും പ്രധാനപ്പെട്ട സംഭവമാണ്. ഇവിടെ 3 ചിത്രം കൊടുത്തിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞിരുന്ന കാര്യം. ഇവിടെ ഒരു ചെമ്പരത്തി പൂവ് കൊടുത്തിട്ടുണ്ട്, ചെമ്പരത്തിന്റെ ഒരു ചെടി. ആ ചെടീന്റെ മുകളിൽ ഒരു പൂവുണ്ട് അല്ലെ. ചെമ്പരത്തി പൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ആ പൂവിന്റെ ഉള്ളിൽ തന്നെ ചെമ്പരത്തി പൂവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഞങ്ങൾ കണ്ടല്ലേ, ചെമ്പരത്തിന്റെ പൂവ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ എടുത്ത് അതിന്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് പഠിക്കാറുണ്ട് അല്ലെ. ആൺ ലൈംഗിക ഭാഗങ്ങളും പെൺ ലൈംഗിക ഭാഗങ്ങളും ഒരേ പൂവിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ദ്വിലിംഗ പുഷ്പമാണ്, ദ്വിലിംഗ പുഷ്പം ആണ് എന്നുള്ള നോട്ട് ചെയ്യുക. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ ഫ്ലവർ ആണ് എന്ന് പറഞ്ഞാൽ ആൺ ലൈംഗിക ഭാഗവും പെൺ ലൈംഗിക ഭാഗവും ഒരേ പൂവിൽ തന്നെ കാണപ്പെടുന്നു. അപ്പൊ എന്ത് ചെയ്യുക? അവിടെ ഇതിന്റെ ഇങ്ങനെ നിൽക്കുന്ന ചെമ്പരത്തിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഭാഗം കണ്ടിട്ടില്ലേ, ഇതിനുള്ളിൽ കൂടെ ഒരു നാര് പോലുള്ള ഭാഗം വരില്ല, അതാണ് അതിന്റെ പെൺ ലൈംഗിക ഭാഗം. ചെമ്പരത്തിന്റെ 2 വശത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന സംഭവം അതാണ് ആൺ ലൈംഗിക ഭാഗം. അപ്പൊ അതിന്റെ മുകളിൽ എവിടെ തൊട്ടാലല്ലേ ഈ പൂമ്പൊടികൾ ഉണ്ടാവുക. ആൺ ലൈംഗിക ഭാഗത്തു നിന്ന് പരാഗരേണുക്കൾ അതിന്റെ തന്നെ പരാഗണ സ്ഥലത്ത് പതിക്കുകയാണ് അല്ലെ. അപ്പൊ പരാഗരേണുക്കള് പരാഗണം നടത്തുന്നത് ഒരു പുഷ്പത്തിന്റെ ഉള്ളിൽ തന്നെ. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന തരം പരാഗണമാണെങ്കിൽ ഇവിടെ സ്വന്തം മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിക്സിംഗ് ഇല്ല അല്ലെ, അതിന് പറയുന്ന പേരെന്താ? സ്വപരാഗണം എന്നാണ് പറയാ. എന്താ പറയാ? സ്വപരാഗണം എന്നാണ് പറയാ. സെൽഫ് പോളിനേഷൻ, ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഇവിടെ ഒറ്റൊരു പൂവ് മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഒറ്റൊരു പൂവ് മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി വേറൊരു കേസ് എന്താ കൊടുത്തത്? വേറൊരു കേസില് ഒരു ചെടിയിൽ തന്നെ 2 പൂക്കൾ
എടുക്കാൻ 2 പൂക്കൾ. എന്നിട്ട് ഒരു ചെടിയിലുള്ള ഒരു പൂവിലെ പരാഗരേണുക്കൾ മറ്റൊരു പൂവിലുള്ള, പക്ഷെ അതേ ചെടിയാണേ നോക്കണം, അതേ ചെടി തന്നെയാണ്, ആ ചെടിയിലുള്ള മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്താണ് പതിക്കുന്നത്. അപ്പൊ ഇവിടെയാണെങ്കിലും നമ്മൾ എന്തിനാ പറയാ, സ്വപരാഗണം തന്നെയാണ് പറയാ. പക്ഷെ ആദ്യത്തേന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ആട്ടോഗമി എന്ന് പറയുന്ന ഒരു വാക്ക് പറയാറുണ്ട് കേട്ടോ. ഓട്ടോഗമി എന്നാണ് പറയാ. മലയാളത്തിലാക്കുമ്പോൾ നമ്മൾ ആട്ടോഗമി എന്ന് എഴുതുന്നേ ഉള്ളൂ. ഓട്ടോഗമി. ഓക്കെ, എന്താണ് ഓട്ടോഗമി എന്നാണ് ഇവിടെ നമ്മൾ പറയാ. ഓക്കെ, ഇതൊരു NCERT ടെക്സ്റ്റ് ബുക്ക് ലെവലിലൊക്കെ പറയുന്ന കാര്യമാണ്. ഒരു സെക്കൻഡ് കേട്ടോ, അവിടെ പെണ്ണിന് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചാണേ. സെൽഫ് പൊല്യൂഷൻ ആണ് ഇത്, സെൽഫ് പോളിനേഷൻ. ഓക്കെ, അപ്പൊ ഓട്ടോഗമി എന്നാണേ പറയാ. ഇനി രണ്ടാമത്തെ കേസ് എന്താ, സ്വപരാഗണം തന്നെയാണ്, പക്ഷെ ഒരു ചെടി മാതാവ് സെയിം ആണെന്ന് പറയാം അല്ലെ. ഒരു മാതൃസസ്യമാണ്, പക്ഷെ അതിലുള്ള 2 പൂക്കൾ എന്ന് പറയുമ്പോൾ അയൽക്കാർ തമ്മിലുള്ള മാരേജ് പോലെ, അങ്ങനെ പറയാം അല്ലെ. ക്ലോസ് റിലേറ്റഡ് ആയ ആൾക്കാർ തമ്മിലുള്ള മാരേജ് പോലെ, അങ്ങനെ അവിടെ നമ്മൾ പറയാം. കാരണം ജനിതകപരമായിട്ട് സിമിലർ ആണ്, ജനിതകപരമായിട്ട് ഒറ്റ ചെടിയാണ്, അതിന്റെ മുകളിൽ 2 പൂക്കൾ എന്ന് പറയുമ്പോൾ ജനിതകപരമായിട്ട് സെയിം ആണ്. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഭയങ്കര ദൂരത്തിൽ പോളിനേഷൻ നടന്ന പോലെ തോന്നാം, പക്ഷെ ഒരു ചെടിയിലുള്ള 2 പൂക്കൾ തമ്മിലാണ്. അവിടെ ജനിതകപരമായിട്ട് അവർ സിമിലറായ പൂക്കൾ തന്നെയാണ് പരാഗണം നടത്തുന്നത്. അപ്പൊ സ്വപരാഗണമാണെങ്കിലും ഇതിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ഗെയ്റ്റനോഗമി എന്നാണ് പറയട്ടോ. ഗെയ്റ്റനോഗമി എന്ന് ഇതിന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതൊരു NCERT ലെവൽ പോയിന്റ് ആണ്. ഗെയ്റ്റനോഗമി എന്നാണ് പറയാ. ഗേറ്റ് തുറന്നു പോയിട്ടില്ല, കുടുംബത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിൽ തന്നെയാണ് ക്രോസ് ആവുന്നത് എന്ന് ആലോചിക്കാം. ഓക്കെ, അതാണ് ഗെയ്റ്റനോഗമി എന്ന് പറയുന്ന സ്വപരാഗണം. നമ്മളിപ്പോൾ ചെറിയൊരു ക്ലാസ്സിന്റെ ഒരു കേട്ടറ്റ് എക്സാമിന്റെ ബേസിലൊക്കെ പറയുമ്പോൾ സ്വപരാഗണത്തിലെ തന്നെ 2 ടൈപ്പായിട്ട് പരിഗണിച്ചാൽ മതി, ഒരേ ചെടി തന്നെ. ഓക്കെ, ഇനി ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ നോക്കി, ഇവിടെ 2 ചെടി തന്നെയാണ് അല്ലെ. അപ്പൊ ജനിതകപരമായിട്ട് വ്യത്യാസമുള്ള 2 സസ്യങ്ങളാണ്, അവരുടെ ഇടയിലാണ് പരാഗണം നടത്തുന്നത്. പക്ഷെ അവർ ഒരേ വർഗത്തിൽപ്പെടുന്നവരായിരിക്കണം, അതാണ് കണ്ടീഷൻ. കാരണം ഇത് ചെമ്പരത്തി ആണെങ്കിൽ ഇപ്പുറം ചെമ്പരത്തി ആയിരിക്കണം, അല്ലാതെ ചെമ്പരത്തി പൂവിലുള്ള പരാഗരേണുക്കൾ പോയിട്ട് വേറെ ഒരു ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലും ചെടീന്റെ മുകളിൽ പോയി വീണ് കഴിഞ്ഞാൽ അവിടെ വിത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഒരേ വർഗത്തിൽപ്പെട്ട, ഒരേ സ്പീഷീസിൽപ്പെട്ടവരായിരിക്കണം അല്ലെ. അപ്പൊ ഒരു ചെടിയിലെ ഒരു പൂവിലെ പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിലെ പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നു. ആ മറ്റൊരു ചെടി എങ്ങനെയായിരിക്കണം, അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പരാഗണ സ്ഥലത്ത് പതിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പരപരാഗണം എന്നാണ് പറയാ. ക്രോസ് പോളിനേഷൻ എന്ന് പറയട്ടെ, ഇംഗ്ലീഷിൽ ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ പരപരാഗണം എന്നാണ് പറയാ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ഇതേ കാര്യമാണ് ഇവിടെ ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തു. ഒന്നാമത്തെ കേസ് ഒരേ പൂവ് തന്നെ അല്ലെ, രണ്ടാമത്തെ കേസ് ഒരു ചെടിയിലുള്ള 2 പൂക്കളിൽ, മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ 2 ചെടികൾ തമ്മിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ എന്തായാലും ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നോട്ടും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഗെയ്റ്റനോഗമി എന്താന്നൊക്കെ. ഓക്കെ, ഒരു പൂവിന്റെ പരാഗരേണുക്കൾ അതേ സസ്യത്തിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന രീതിയാണ് ഗെയ്റ്റനോഗമി എന്ന് പറഞ്ഞാൽ അല്ലെ. പരാഗണകാരികൾ ഉൾപ്പെടുന്നതിനാൽ ധർമ്മപരമായിട്ട് പരപരാഗണം പോലെ തോന്നുമെങ്കിലും പരാഗരേണുക്കളുടെ ഉറവിടം ഒരേ സസ്യത്തിൽ നിന്നായതുകൊണ്ട് ജനിതകപരമായിട്ട് അതെന്താണ്, ഓട്ടോഗമിയാണ്, സ്വപരാഗണം തന്നെയാണ്. പെട്ടെന്ന് നമ്മൾ രണ്ടാമത്തെ ടൈപ്പിനെ കാണുന്ന സമയത്ത് നമുക്ക് പരപരാഗണമാണെന്ന് തോന്നിയേക്കാം, പക്ഷെ ജനിതകപരമായിട്ട് ഒരേ ചെടിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇനി അടുത്തതാണ് എന്ത്, സീനോഗമി എന്ന് കൊടുത്താൽ ഇതിനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പേരിട്ട് കേട്ടോ. ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ പരപരാഗണം എന്ന് പഠിച്ചില്ലേ, പരപരാഗണം എന്ന് പഠിച്ചില്ലതാണ് പറയുന്നത്. പരപരാഗണം എന്ന് പഠിച്ച സംഭവമാണ് പറയുന്നത് കേട്ടോ, പരപരാഗണം എന്ന് പറയുന്നത്. അവിടെ എന്താ, പരാഗരേണുക്കൾ ഒരു പൂവിൽ നിന്ന് അതേ വർഗത്തിലുള്ളതായിരിക്കണേ. ഓക്കെ, എങ്ങനെയാണ്, അതേ വർഗത്തിലുള്ള മറ്റൊരു സസ്യത്തിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് നമ്മൾ പറയാം. ഓക്കെ, റെഡി, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, പരപരാഗണം എന്നാണ് നമ്മൾ പറയാം, പരപരാഗണം എന്നാണ് പറയാം. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ, റെഡി അല്ലേ? യെസ്. അപ്പൊ എന്തായാലും പരാഗണം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, എക്സാമിനൊക്കെ അധികവും ചോദിക്കുന്നതാണ്. അപ്പൊ സ്വപരാഗണവും പരപരാഗണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഈ സ്വപരാഗണം നടത്തുന്നത് കുറയ്ക്കുക, പരപരാഗണം തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക, മറ്റുള്ളതിലേക്ക് പോകുന്നത് അല്ലാതെ ഒരേ ഫാമിലി തന്നെ. ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഇപ്പം ആലോചിച്ച് നോക്കി, ഒരേ ഫാമിലി ക്ലോസ് റിലേറ്റഡ് ആയ ആൾക്കാർ തമ്മിലുള്ള മാരേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ജനിതകപരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ കിടക്കും അല്ലെ. എപ്പോഴും ക്ലോസ് അല്ലാത്തവർ തമ്മിലുള്ള ക്രോസിങ്ങും മാരേജും ഒക്കെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കി, അതേപോലെ തന്നെ സസ്യങ്ങൾക്കാണെങ്കിൽ ഈ പരപരാഗണം നടത്തുക, മാക്സിമം പരാഗരേണുക്കളെ ദൂരെ പറഞ്ഞു വിടുക, ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാണ്. സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ ഉണ്ടാകുന്നതിന് പ്രകൃതി തന്നെ സ്വപരാഗണത്തെ തടഞ്ഞ് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ഒരേ തമ്മിലുള്ള ക്രോസിംഗ് നടക്കുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. പോരാത്തതിന്
അതിന് കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ക്രോസിംഗ് നടക്കുമ്പോൾ നല്ല ദൂരത്തിൽ പുതിയ വെറൈറ്റി സംഭവങ്ങൾ ഇങ്ങനെ മിക്സ് ആണ്. മറ്റ് ജനിതകപരമായിട്ട് വ്യത്യാസമുള്ളവർ മിക്സ് ആകുമ്പോഴാണ് പുതിയ വെറൈറ്റി ഉണ്ടാവുള്ളൂ. ചില സസ്യങ്ങളിലെ പൂക്കളിൽ ആൺ പെൺ ലിംഗാവയവങ്ങൾ വ്യത്യസ്ത സമയത്താണ് പാകമാകുന്നത്. അതിന് പ്രകൃതി തന്നെ ചെയ്യുന്ന, സസ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ദ്വിലിംഗ പുഷ്പമാണെങ്കിലും അതിന്റെ ആൺ ലൈംഗിക ഭാഗം മെച്ചുർ ആവുമ്പോൾ പെൺ ലൈംഗിക ഭാഗം മെച്ചുർ ആവാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് അവിടെ തന്നെ വീഴൂലല്ലോ, അല്ലെ? അപ്പൊ തൊട്ടടുത്ത പൂവിലേക്ക് പോയിക്കോളും. അപ്പൊ ആൺ പെൺ ലൈംഗിക ഭാഗങ്ങള് വ്യത്യസ്ത സമയത്ത് പാകമാവുക എന്ന് പറയുന്നത് ഈ സ്വപരാഗണം തടയാനുള്ള ഒരു മാർഗമാണ്. ഉദാഹരണത്തിന് സൂര്യകാന്തിയിൽ കേസരം പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് ജനിപുടത്തിന്റെ വളർച്ച പൂർണ്ണമാകുന്നത്. കേസരം പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമാണ് ജനിപുടത്തിന്റെ വളർച്ച പൂർണ്ണമാകുന്നത്. ഇനി അവക്കാഡോന്റെ കേസ് പറയണം. ഇന്നത്തെ കാലത്ത് ട്രെൻഡാണ് അവക്കാഡോ എന്ന് പറയുന്നത്. അവക്കാഡോ സ്മൂത്തി അടിച്ച് കഴിക്കലല്ലേ എല്ലാവർക്കും പണി. അപ്പൊ അവക്കാഡോയില് ജനിപുടത്തിന്റെയും കേസരത്തിന്റെയും വളർച്ച പൂർത്തിയാകുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. ഓക്കെ, ഇപ്പൊ രണ്ട് സമയത്താണ് ഇതാവുന്നത്. ഇനി മേന്തോന്നി എന്ന് പറയുന്ന ചെടി, ഗ്ലോറിയോസ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ചെടിയാണ് മേന്തോന്നി. സ്വപരാഗണം തടയുന്നതിനായിട്ട് കേസരവും ജനിപുടവും രണ്ട് ദിശയിൽ, അതിന്റെ മേൽ ഭാഗവും ഫീമെയിൽ ഭാഗവും തൊട്ടടുത്ത് നിൽക്കുമ്പോഴല്ലേ പരാഗണം പെട്ടെന്ന് നടക്കാൻ ചാൻസ്. ഒന്നങ്ങ് അവിടെ ഒന്നങ്ങ് ഇവിടെ, രണ്ട് വശങ്ങളിലായിട്ടാണ് ആ പൂവിനകത്ത് ക്രമീകരിക്കുന്നത്. അപ്പോൾ അതേ പരാഗരേണുക്കൾ അതിന്റെ തന്നെ അവിടെ വന്ന് വീഴാനുള്ള ചാൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇങ്ങനെ സസ്യങ്ങൾ തന്നെ അല്ലെ പ്രകൃതി തന്നെ ചില മാർഗങ്ങൾ നടത്തുകയാണ് സ്വപരാഗണം കുറയ്ക്കാനും പരപരാഗണത്തിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, റെഡി? ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ഭാഗം എന്താ? പരാഗണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത്. പരാഗണത്തിന് ശേഷം എന്താ സംഭവിക്കുക? പരാഗണം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? കുറെ പരാഗണം നടക്കുന്നു, അതിനുശേഷം ആൺ ലൈംഗിക ഭാഗത്തിനകത്ത് അല്ലെ എന്തുണ്ട്? ആൺ ബീജകോശങ്ങളുണ്ട്. അപ്പൊ പെൺ ആണെങ്കിൽ അണ്ഡകോശങ്ങൾ, പെണ്ണിന്റെ ബീജകോശങ്ങളുണ്ട്. അവർ തമ്മിൽ കൂടിച്ചേരുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ആ പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയാ? ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാ. ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ പരാഗരേണുക്കൾ വീണ് കഴിഞ്ഞാൽ പരാഗരേണുക്കൾ അവിടെ കിടന്ന് ഇങ്ങനെ മുളയ്ക്കാണ്, ജർമിനേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ട്യൂബ് ഉണ്ടാവും അല്ലെ, പരാഗനാളി ഉണ്ടാവുകയാണ്. അതിങ്ങനെ വളർന്ന് വന്ന് അണ്ഡാശയത്തിനകത്ത് കയറി ഒവ്യൂളിനകത്തുള്ള അണ്ഡകോശവുമായിട്ട് ചേരും. ഈ നാളിക്കകത്ത് എന്തുണ്ട്? ഈ ട്യൂബിനകത്തുണ്ട് എന്തുണ്ടാവും? ആ ആണിന്റെ പരാഗരേണുവിന്റെ ഉള്ളിലുള്ള രണ്ട് ബീജകോശങ്ങൾ ഉണ്ടാവും. ആ ബീജകോശങ്ങളെയും കൊണ്ടാണ് വരുന്നത്. പുരുഷന്റെ ബീജകോശം കൊണ്ടാണ് എന്ത് ചെയ്യുക? ആ ട്യൂബ് ഇങ്ങനെ വളർന്നു വരിക അല്ലെ, ഇതിനകത്ത് കൂടെ ഇങ്ങനെ വളർന്നു വരിക. ഇതിന്റെ കൂടെ രണ്ട് ബീജകോശങ്ങൾ ഉണ്ടാവും, അതിനെയും കൂടെ വഹിച്ചുകൊണ്ടാണ് വരിക. പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. പോളൻ ട്യൂബായിട്ട് വളരുന്നു, ഒരു നാളിയായിട്ട് വളരും. ഈ നാളിയിലൂടെ ആരാ പോന്നെ? പുംബീജം അല്ലെ, മെയിൽ ഗ്യാമീറ്റ്. ഈ പരാഗരേണുവിന്റെ ഉള്ളിലുള്ള മെയിൽ ഗ്യാമീറ്റ് അണ്ഡാശയത്തിലെത്തി അണ്ഡാശയത്തിനകത്തുള്ള ഒവ്യൂളിനകത്തുള്ള അണ്ഡകോശവുമായി കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അണ്ഡാശയത്തിനകത്തുള്ള ഒവ്യൂളിനകത്തുള്ള അണ്ഡകോശവുമായി കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്നു. ഈ പ്രക്രിയക്കാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? എന്താ ഉണ്ടാവുക? സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ടാണ് ഉണ്ടാവുക. സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ടാണ് ഉണ്ടാവുക അല്ലെ. ഈ പ്രക്രിയയ്ക്ക് നമ്മൾ ബീജസങ്കലനം എന്ന് പറയുന്നു. അതിനുശേഷം എന്താ സംഭവിക്കും? ഇവിടെ ഒരു സിക്താണ്ഡം ഉണ്ടായി കഴിഞ്ഞാൽ സിക്താണ്ഡത്തിന് പിന്നെ എന്ത് സംഭവിക്കും? ഈ സിക്താണ്ഡമാണ് പിന്നെ എന്തായി മാറുക? ഭ്രൂണമായിട്ട് മാറുന്നത്. ഭ്രൂണമായിട്ട് മാറുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ബീജസങ്കലനത്തിന് ശേഷം നടക്കുന്ന മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ബീജസങ്കലനത്തിന് ശേഷം നടക്കുന്ന മാറ്റങ്ങൾ ചോദിച്ചാല് ഈ സിക്താണ്ഡം ഭ്രൂണമായി മാറുന്നു. അതേ സമയത്ത് ഇവിടെ പുറമെ കാണപ്പെടുന്ന ഒവ്യൂൾ എന്ന് പറയുന്ന ഭാഗം എന്തായി മാറും? വിത്തായി മാറും. ഒവ്യൂൾ വിത്തായി മാറും. അപ്പൊ ഈ ചുറ്റുമുള്ള ഈ അണ്ഡാശയം എന്തായി മാറും? അണ്ഡാശയം എന്തായിട്ടാ മാറാ? അണ്ഡാശയം ഫലമായിട്ട് മാറുന്നു. അണ്ഡാശയം ഫ്രൂട്ടായിട്ട് മാറുന്നു. ഒവ്യൂൾ വിത്തായിട്ട് മാറുന്നു. സിക്താണ്ഡം ഭ്രൂണമായിട്ട് മാറുന്നു. ഇതാണ് ഇതിനകത്ത് നടക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ, പരാഗണത്തിന് ശേഷം നടക്കുന്ന ചേഞ്ച്. അപ്പൊ ഒരു പൂവിന്റെ മറ്റ് ദളങ്ങൾ, വിതളങ്ങൾ, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ പിന്നെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ബീജസങ്കലനം നടന്നാൽ പിന്നെ എന്ത് ഭാഗം ഉണ്ടാവുള്ളൂ? ഇതാണ് മെയിനായിട്ട് വേണ്ടത് അല്ലെ. അണ്ഡാശയം ഫലമായി ഫ്രൂട്ടായി മാറുന്നു. അതിനകത്ത് ഒവ്യൂളുകൾ ഉണ്ടാവും. ഒവ്യൂളുകൾ വിത്താവുന്നു. വിത്തിനകത്ത് എന്തുണ്ടാവും? ഭ്രൂണമായിട്ട് നമ്മളെ സിക്താണ്ഡം വളർന്നു വരുന്നു. അപ്പൊ വിത്ത് മുളയ്ക്കുമ്പോൾ പിന്നെയും പുതിയ ചെടിയായി മാറുന്നത് ഉള്ളിലുള്ള ആരായിരിക്കും? ഈ ഭ്രൂണം എന്ന് പറയുന്ന ഭാഗമാണ് ഉണ്ടാവുക. ഇത് വളരെ പ്രധാനപ്പെട്ട ചേഞ്ച് ആണ്. ബീജസങ്കലനത്തിന് ശേഷം നടക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന പരാഗണം അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസാണ് പഠിച്ചത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അത് ക്ലിയർ ആയി കാണും, ഓക്കെ ആണ്, യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കാൻ.
ഇപ്പൊ കേട്ടറ്റ് 1 ആണെങ്കിലും കേട്ടറ്റ് 2 ആണെങ്കിലും പറഞ്ഞു സിലബസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ സിലബസ് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പുതിയത് കുറേ വന്നു. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളെല്ലാം പഠിക്കണോ, ഏതൊക്കെ ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം, അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് അറിയുകയാണെങ്കിൽ ഒരു ഗൈഡൻസും കൂടെ കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും കേട്ടറ്റ് എക്സാം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈലം ടീച്ചിങ് എക്സാംസിൽ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ആ ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ നോക്കി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 കേട്ടോ. April 1 ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിൽ കേട്ടറ്റ് 1 ലൈവ് ബാച്ച് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. അപ്പൊ പക്ഷെ ലൈവ് മിസ്സാവുകയാണെങ്കിലും റെക്കോർഡഡ് ആയിട്ട് ക്ലാസ്സസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ കേട്ടറ്റ് 1 ബാച്ചസ് ഉണ്ട്. അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം വരെ ആയിരിക്കും. ഫീസ് വരുന്നത് 1999 ആണ്. അതേപോലെ കേട്ടറ്റ് 2 ലൈവ് ബാച്ച് ഉണ്ട്, 2499 ആണ് അതിന്റെ ഫീസ്. അതിന്റെ വാലിഡിറ്റി എക്സാം വരെ തന്നെയായിരിക്കും. പിന്നെ കേട്ടറ്റ് കാറ്റഗറി 3 വരുന്ന ലൈവ് ബാച്ചസ് ആയിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ലൈവ് ബാച്ചസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, 3499 ആണ് അതിന്റെ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടറ്റ് എക്സാം എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം. സിലബസ് അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ സമയം കളയാതെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണിത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് അറിയാതെ ഇങ്ങനെ കുറെ വായിച്ച് കുറെ സമയം കളയും. എങ്ങനെ തുടങ്ങണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതൊക്കെ അറിയാതെ ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കാതെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.